ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു നൈറ്റ് ഡ്രൈവ് പോവാന്ന് വിചാരിച്ച്. അപ്പൊ എവിടെ പോവാ? പാളയത്ത് പോയി തട്ട് ദോശ കഴിച്ചാലോ? നല്ല അടിപൊളി തട്ട് ദോശയും ചട്ടിനിയും പിന്നെ ഉഴുന്നോടും. പാളയത്തിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് പാളയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നല്ല തട്ടുദോശ കിട്ടും കേട്ടോ. നല്ല ചട്ടിനി തട്ടുദോശ, അതുപോലെ തന്നെ ചട്ടിനിയും വട, പിന്നെ എഗ് ഓംലെറ്റ്. മെയിനായിട്ട് എഗ് ഓംലെറ്റ് നല്ല ഹാഫ് വേവില് നല്ല ടേസ്റ്റി ആയിട്ടേക്കാരം എഗ് ഓംലെറ്റ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ കുറേ കാലമായിട്ടുണ്ട് എഗ് ഓംലെറ്റും തട്ടുദോശയും ഒക്കെ കഴിച്ചിട്ട്. അപ്പോ ഒന്ന് പോവാന്ന് വിചാരിച്ചു, നൈറ്റ് ഡ്രൈവ് അങ്ങോട്ട് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ പോയാലോ? സെറ്റ്. 1 hour യാത്രയുണ്ട് കാലിക്കറ്റിലോട്ട്, പാളയത്തിലോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ലൈറ്റ് ആവും. ഇപ്പോൾ 9:30 ഒക്കെ 9 ആകുമ്പോൾ തന്നെ ഇത് ഏകദേശം കംപ്ലീറ്റ് ആവും. തട്ടുദോശ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഭയങ്കര തിരക്കുണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയിലോട്ട് ഭയങ്കര സെർവിങ് ആണ് അവർ. കാറിലോട്ട് തന്നെ നമുക്ക് കൊണ്ടു തരുന്നുണ്ട്, ഫാമിലി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല വടയും അതുപോലെ തന്നെ 3 ദോശ ഒരു സെറ്റാണ് കേട്ടോ സംഭവം. നല്ല അടിപൊളിയായിരുന്നു. വാഴയിലയിലാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് നീറ്റാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ്. സംഭവം ഒരു സെറ്റായിട്ടാണ് കേട്ടോ. അതിൽ 3 ദോശയും വടിയൊക്കെ വരുന്നുണ്ട്. ഒരാളുടെ വിശപ്പിനനുസരിച്ചിട്ടുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ എഗ് ഓംലേറ്റും കൂടെ ഞാൻ ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അത്ര ആയിട്ടില്ല, കാരണം ആള് മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 വർഷങ്ങൾക്കപ്പുറമായിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത്. അപ്പോൾ ഇത് ഓംലേറ്റ് കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓക്കെ ആയിരുന്നു, ഹാപ്പിയായി.